ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് വന്നിട്ട് മാർച്ച് 7-ാം തീയതി കലാപരിപാടികളാണ് കേട്ടോ. പിറ്റേ ദിവസം, അതായത് മാർച്ച് 8-ന് എൻ്റെ 7-ാം മാസ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലാണ് നമ്മൾ സദ്യയും കാര്യങ്ങളും ഒരുക്കുന്നത്. അതിന് വേണ്ടി തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ ചെത്തിയതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ പലഹാരമൊക്കെ ഒരു സെറ്റ് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബാക്കി സെറ്റ് നാളെ രാവിലെയാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഉച്ചയ്ക്ക് ഇതാ എനിക്ക് അനീഷേട്ടൻ നല്ലൊരു ചട്ടിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. അനീഷിൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇതാ അനീഷേട്ടൻ എനിക്ക് നല്ലൊരു ചട്ടിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. സാധാരണ പൊരിച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ കറിയൊന്നും വയ്ക്കാറില്ലല്ലോ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിലാണെങ്കിൽ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് പെരട്ടുണ്ട്, ബീഫ് കറിയുണ്ട്, അതുപോലെ തന്നെ മീൻ ഫ്രൈയും മീൻ കറിയും മുട്ട എല്ലാം ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല ഒരുപാട് തോരനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സൂപ്പർ ചട്ടിച്ചോറായിരുന്നു. അങ്ങനെ ചട്ടിച്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ദാ അച്ചാറിടണ കലാപരിപാടിയിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ നാരങ്ങ അച്ചാറും ഇഞ്ചി അച്ചാറൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അച്ചാറിൻ്റെ കലാപരിപാടികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അമ്മ ഇഞ്ചി അച്ചാറും മാങ്ങ അച്ചാറും ഇന്നലെ വെച്ചതാണ് കേട്ടോ. മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറൊക്കെ വച്ച് കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 3 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ നാത്തൂൻ്റെ അമ്മയും തക്കിട്ടുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നമ്മളെല്ലാവരും വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം ഒരുവിധം ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ മാത്രമേ പരിപാടിയുള്ളൂ. അങ്ങനെ അൻവിക്കുട്ടിക്ക് ഞാനൊരു കുട്ടി മെഹന്തിയൊക്കെ ഒരു കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ പോയി ചിക്കു കണ്ടുപിടി, എവിടെ പോയി നോക്ക്. കേട്ടാ, നമ്മൾ ഒത്തുകൂടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും കളികളും തമാശകളും പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. ആ ദിവസം പോണ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഒരു 6:30 ആയപ്പോൾ നമ്മൾ നിലവിളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഒരു കുട്ടി മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂർത്തിയായിട്ടില്ല, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ചേരം ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും കേട്ടോ. അപ്പോൾ എൻ്റെ സീമന്തത്തിൻ്റെ തലേദിവസത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത സീമന്ത വ്ളോഗുമായിട്ട് ഉടനെ വരാം കേട്ടോ. ഞാൻ ഇഷ്ടമാണ് എന്തൊക്കെ കൊടുക്കും. ടോയ്സാ